അമ്മല്ലേ വീട്ടിലെ പെങ്കൊച്ചാന്ന് പറഞ്ഞേ. കെട്ടിച്ചോടി വച്ചാ ഞാൻ കെട്ടിച്ചോ എവിടെയാ? കിടപ്പുണ്ടെങ്കിൽ കണ്ണുകാരി ആയതൊക്കെ ഒന്ന് കാണാൻ. അതിനെ കാണാൻ പോയതാണോ? എന്നിട്ട് കണ്ടു കിട്ടിയോ? നീ പോകാം. കണ്ടു കിട്ടിയോ? കന്നുകാലിനെയൊക്കെ കണ്ടു കിട്ടിയോ? കന്നുകാരി കണ്ടു കിട്ടിയോന്ന് എന്നാ കിട്ടണു? അല്ല അമ്മ കാണാൻ പോയോ? അടിച്ചു കൊണ്ട കെട്ടിയാ പോയി. അത് പിന്നെ എന്തിനാ അമ്മ ഇറങ്ങി പോണേ? ആള് എവിടെയൊന്നും ഇല്ല. അതെ കിടന്ന് ഉറങ്ങുവല്ലോ ചെയ്യുവാണോ നോക്കി ആ തക്ക നോക്കി അങ്ങ് ഇറങ്ങി പോയേക്കുവാ. പിന്നെ എങ്ങനെയാ? പിന്നെ ഇങ്ങനെ ഇതൊക്കെ ഞാൻ നോക്കിക്കൊള്ളിയല്ലേ. പിന്നെ അമ്മയാണോ ഉത്തരവാദിത്തം? ഇപ്പം പറ്റാവുന്ന ചെയ്യാം. എന്നാ പറ്റാവുന്നത്? എന്തെല്ലാം ചെയ്യാം. സാധിക്കാം. വീട്ടിൽ ചെന്നിട്ട് അവിടെയുള്ള അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോ എന്തെല്ലാം എടുത്തോട്ട് പോകണം. എന്നാ എടുത്തോണ്ട് പോവാൻ? എന്നാ എടുത്തോണ്ട് പോവാനാ? ആ വീട്ടിൽ എന്തെല്ലാം കൂട്ടമുണ്ട്. എന്നാ എല്ലാം എടുത്തോണ്ട് പോക്കോ. എനിക്ക് ആവശ്യമില്ല. എന്നാ എടുത്തോണ്ട് പോകുന്ന വഴിക്കാൻ ഫാനും കൂടെ അങ്ങ് നിർത്തിയേച്ച് നോക്കും. പോകുന്ന വഴിക്കാൻ ഫാനും കൂടെ അങ്ങ് നിർത്തിയേച്ച് നോക്കും. ചോറിനകത്തല്ല, പോണ വഴിക്കേ ആ ഫാൻ അങ്ങ് നിർത്തിയേച്ച് പോവാൻ. എനിക്കറിയത്തില്ല. അതൊക്കെ അറിയാറോ? ഒറ്റ അത് അവരാരെങ്കിലും ഒക്കെ വരാം. പോണ വഴിക്ക് അവര് കൊണ്ടുപോകണം. അല്ലാതെ എന്നെ കൊണ്ട് തന്നെ പോകാൻ പറ്റും. ഇപ്പൊ എന്നിട്ട് പിന്നെ എവിടെ പോയതാ? ഇപ്പൊ എവിടെ പോയതാന്ന്? ആര്? എലിക്കുട്ടി. ഞാൻ ആ പറമ്പൂഴി നോക്കാൻ പോയത്. പറമ്പൂഴി ആരെയാ നോക്കാൻ പോയത്? അവിടെ ആരുമില്ല. പശു അവിടെ ഉണ്ടോ? മൃഗങ്ങളെയും കണ്ടില്ല. പശുവിനെയും കണ്ടില്ലേ? പശുവിനെയും കണ്ടില്ലേ? പശുവിനെയും കണ്ടില്ലേന്ന്? ഒന്നിനെയും കണ്ടില്ല. ഇല്ലേ? ഇത്ര മുഴുപ്പിൽ അവിടെ കിടന്നിട്ടാ? പശുവിനൊക്കെ വല്ലയിടത്ത് എവിടെയാ കെട്ടിയേക്കണ്ട ആർക്കറിയാം. കന്നുകാലിയുടെ ഒന്നിനെയും കണ്ടിട്ടില്ല. ആണോ? ഉണ്ടോ ഇല്ലേന്ന് ആർക്കറിയാം. എല്ലാത്തിലും വീട്ടിലോട്ട് പോയി കഴിഞ്ഞു സമാധാനമായി. ഒരാശയം പരാതിയും കൂടാത്തന്ന് ഓരോന്ന് എടുത്ത് എനിക്ക് കിടക്കൊല്ലി വീട്ടിൽ ചെന്നാലാ ആകെ ആയിരിക്കണ കേൾക്കും. വായിരിക്കുന്ന കേൾക്കേണ്ട കാര്യമില്ല അല്ലേ? കുടുങ്ങി എടുക്കണ ചൂടാ. ഭയങ്കര ചൂടാന്ന്. ഈശോയെ ഇന്ന് രാത്രിയിലൊക്കെ എങ്ങനെ കിടക്കും ഇങ്ങനെയാണെങ്കിൽ? പണ്ടേ പോകേണ്ടത് വീട്ടിലോട്ട് എന്തെല്ലാം കാര്യം നടത്താനോട്ടാ. വണ്ടി വിളിച്ചോണ്ട് വരട്ടെ? വണ്ടി വിളിച്ചോണ്ട് വരട്ടെ? വണ്ടി വിളിച്ചോണ്ട് വരട്ടെ? വണ്ടിയോ? വണ്ടി അവിടെ ആളുണ്ട് വിളിച്ചോണ്ട് പോകാം. അവരെ വിളിച്ചോണ്ട് പോകും. ആരെ? വീട്ടിലുണ്ടെങ്കിൽ. വീട്ടിലാരാ ഉള്ളതിന്? വീട്ടിലാരാ ഉള്ളേ? വീട്ടിൽ അവർ ചെറുക്കന്മാരുണ്ട്. ആരൊക്കെ? അവര് പോകും. ജോമനും ആവും ഒക്കെ ഉണ്ട്. അവർ ജോലിക്ക് പോയില്ലേ? അവരൊക്കെ ജോലിക്ക് പോയില്ലേ? ജോലിക്ക് പോയില്ല. ഇല്ലേ? ഇപ്പോൾ ജോലി ഇല്ലേ? എല്ലാവരും അവിടെ ഉണ്ട്. അതിനെന്താ വിശേഷം? രണ്ടുപേരും പഠിക്കാൻ പള്ളിക്കൂടത്തിലും പോയി. ബാക്കിയില്ല ഉള്ളവരും. ആരാ പള്ളിക്കൂടത്ത് പോയേക്കണം? പള്ളിക്കൂടത്ത് പോയേക്കണ ആരാ? സാവു വേണം. പള്ളിക്കൂടത്ത് പോയേക്കണ ആരാ? സാവു വേണം. പള്ളിക്കൂടത്തിൽ ആരാന്ന് നടത്തും. ഞാൻ അവിടെ എല്ലാവരും കൂടെ നിന്നപ്പോഴാണ് കാണും. അത് കാരണം ഞാൻ ഇന്നോ ആരാന്നുള്ളത് ചേർത്ത് തിരിച്ച് കിട്ടിയില്ല. എന്ത് ചൂടാണോ എന്താ ആവിയാണോ? വീട്ടിൽ ചെന്ന് ഒന്ന് കുളിച്ചേക്ക് ആരാ കുളിപ്പിക്കാനുള്ള? വീട്ടിലൊന്ന് ചെന്നെത്തിക്ക് സമാധാനമുണ്ട്. വണ്ടി വിളിക്കാം. ഒരു കൊച്ചുങ്ങളെ പോലും ഒന്നും കൊണ്ടുപോകാനത്തക്കതയില്ല. പിന്നെ ഇങ്ങനെ കൊച്ചുങ്ങളില്ലാതെ ബന്ധം ഇല്ലാതെ ഈ പോക്കും വരും കൊണ്ട് ഒരു കാര്യം നടക്കുക. കൊച്ചുങ്ങളെത്തി? കൊച്ചുങ്ങൾ എന്തിയേ? കൊച്ചുങ്ങൾക്ക് ഓരോ കാര്യത്തിൽ പോകും. എന്നാ ഒരു വണ്ടി പറഞ്ഞു വിടാം. ഓരോ സമയത്താ വരുവുള്ളൂ. എന്നാ ഒരു വണ്ടി അങ്ങ് പറഞ്ഞു വിടാം. അവിടെ കാര്യം നടക്കും. എന്നാ ഒരു വണ്ടി അങ്ങ് പറഞ്ഞു വിടാം. കയറി പൊക്കളാമല്ലേ? ഒരു വണ്ടി അങ്ങ് പറഞ്ഞു വിട്ടാ കയറി പൊക്കളാമല്ലേ? വണ്ടി പറഞ്ഞു വിട്ടാ കയറി പൊക്കളാമല്ലേ? ആകെ വണ്ടി ഒരു ഓട്ടോറിക്ഷ അങ്ങ് പറഞ്ഞു വിടാം. ഇവിടുത്താ? ഇവിടെ ഓട്ടോറിക്ഷ ഉണ്ടോ? ഇപ്പം അറിയാമോ വണ്ടി? പിന്നെ അമ്മക്കാണോ പറ്റും? പിന്നെ അത് ഓട്ടോറിക്ഷക്കാരൻ ഇങ്ങോട്ടല്ലേ വരുള്ളൂ. അതൊന്നും അറിയിച്ചില്ല. ഓട്ടോറിക്ഷക്കാരൻ ഇങ്ങോട്ടേ വരുള്ളൂ. എല്ലാവർക്കും പറ്റും അറിയിച്ചില്ല. അറിയാന്നേ. ഭയങ്കര വെയിലാ കേട്ടോ. ഭയങ്കര വെയിലാ. കണ്ണ് മഞ്ഞ് പോവുക. നോക്കാൻ പറ്റത്തില്ല. നോക്കാൻ പറ്റത്തില്ല. നോക്കണ്ട. വൈകുന്നേരമൊക്കെ മഴ പെയ്യും. പെയ്യുമല്ലേ?
അപ്പോൾ ആ ഒരു ചക്കയൊക്കെ നേട്ടം കിടക്കണം. ആ പ്ലാവ് ചക്കനെ പ്ലാവല്ല പിന്നെ എവിടെയാണ് കിടക്കണേ? ചക്ക കായ്ക്കാനുള്ള സമയമായി വന്നോ? ആ ചക്ക കായ്ക്കുന്നുണ്ട് ഇപ്പം. ഒന്നും ആയിട്ടില്ല. വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ. ഒരു 1.5-2 മാസം കൂടെ ഉണ്ട് ചക്ക കായ്ക്കും. ഇടയിട്ട് വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ. ഇവിടെ ഒരു ചാക്ക് വെയിലത്ത് കിടപ്പുണ്ട്. അതിനകത്ത് വല്ല വെയിലത്തിട്ടേക്കാണോ മുളകാന്നായിരിക്കുന്ന എവിടെ എവിടെ? എവിടെയാ? ആ അത് മുളക് പൊഴിഞ്ഞു വീഴുന്നെടുക്കാനായിട്ടിരിക്കുന്നത്. അവിടെ ഇച്ചിരി വെയിലുള്ളൂ. അതോട്ട് മുളകേ മുകളിൽ നിന്ന് പൊഴിഞ്ഞു കഴിഞ്ഞാൽ പറിക്കാൻ പറ്റാത്ത പൊഴിഞ്ഞു വീഴണ്ടേ? അവിടുത്തെ വെയിൽ പോയിച്ച് ഇപ്പം അവിടെ തളലായി. ഉം. അപ്പോൾ ഇവിടെ വെയിലായി. ഓരോ സ്ഥലത്തും മാറി മാറിയല്ലേ. ഓരോ സ്ഥലത്ത് മാറി മാറി വെയിൽ. ആണ്ട് ഓരോരുത്തർ പോകണം. ആ ഓരോരുത്തർ വഴിയാ പോട്ടെന്നേ. ഇതും ചെറുതുമായിട്ടൊക്കെ ആയാലും കുറേശ്ശെ ജോലിയില്ലേ മനുഷ്യർക്ക്? പിന്നെ കാലാവസ്ഥ അനുസരിച്ച്. പിന്നെ അപ്പോൾ അതൊക്കെ ചെയ്യാൻ ചെല്ലണ്ടേ? പിന്നെ കാര്യം നടക്കുമോ? കാര്യം നടക്കുമോ? എല്ലാവരുടെയും കാര്യം നടക്കണ്ടേ? ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ? ചെയ്തില്ലെങ്കിൽ എന്തെല്ലാം പാഴായിപ്പോയാൽ പിന്നെ എന്ത് നഷ്ടമാവാൻ? നഷ്ടമായിരുന്നത്. ഇങ്ങോട്ട് പെടരാൻ നിൽപ്പണ്ടല്ലോ, അത് വെട്ടിക്കളയേണ്ടതാണ്. ഏത് തങ്ങാമേ? ഏത് തങ്ങ? അതോ ആ വഴിയിൽ നിൽക്കുന്നല്ലേ? വഴിയിൽ നിൽക്കുന്നല്ലേ? വന്നാലും അങ്ങോട്ട് വിളിക്കണ്ടല്ലേ? വിളിക്കേണ്ടതല്ലേ? മക്കളെ വിളിച്ചു കഴിയുമ്പോൾ ഓരോ വ്യവസ്ഥ അറിയുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമമാണ്. എന്നാ അവസ്ഥ? എന്നാ അവസ്ഥയാ? കുഴഞ്ഞ് കിടക്കുവാന്ന് അറിയുമ്പം അവർ കിടന്ന് കണ്ടമാനം വിഷമിക്കും. എന്നാ കുഴഞ്ഞു കിടക്കണം? ഇത് കൊണ്ടുപോകാൻ നിൽക്കണേ ആരാണ്? എടപ്പാനാ? അത് പറയത്തില്ല. അവളല്ലേ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല. അതെ എടപ്പാനാ. ആരുടെ കാര്യമാണ് കേട്ടാന്നൊന്നും എനിക്കറിയില്ല. അറിയത്തില്ല. എൻ്റെ വീട്ടിൽ ഞാൻ ഉള്ളപ്പോൾ ഉള്ള കാര്യം മാത്രമേ എനിക്കറിയത്തുള്ളൂ. പോന്ന് കഴിച്ചിട്ട് പല കാര്യങ്ങൾ വന്നാലും ഒന്നും അറിയാൻ പറ്റിയാൽ പിന്നെ അല്ലെങ്കിൽ ഉച്ച കഴിയുമ്പോ എന്നുകൊണ്ട് വീട്ടിൽ പോക്ക്. ഉച്ച കഴിയുമ്പോ എന്നുകൊണ്ട് വീട്ടിൽ പോക്ക്. ആരാ? എലിക്കുട്ടി വീട്ടിൽ പോക്ക്. ഉച്ച വരെ ആരുടെ വീട്ടിലാ നിൽക്കുന്നത്? ഉച്ച കഴിയുമ്പോഴാണല്ലോ ഇത് എന്റെ വീടല്ലെന്നുള്ള തോന്നല് വരുന്നത്. വീട്ടിൽ പോകണോ? ആ ഉച്ച വരെ അവനവന്റെ വീടാന്ന് തോന്നും. ഉച്ച കഴിയുമ്പോ അമ്മയുടെ വീടല്ല വേറെ ഏതോ വീടാണ് നിൽക്കുന്നത്. അവനവന്റെ വീട്ടിൽ പോണെന്ന് പറയുന്നുണ്ട്. എന്താ കാര്യം? ഞാൻ വല്ലതും ചെയ്തോ? ആരാ പറഞ്ഞു? എലിക്കുട്ടി പറഞ്ഞതാ. നിങ്ങളുടെ വീടല്ലെന്നോ? ആ എന്ന് ഞാൻ പറയണ്ടാലും എനിക്ക് ഒത്തിരി ഓർമ്മയില്ല. അതാ എനിക്കും അറിയത്തില്ലാത്തത്. എന്നിട്ട് പിന്നെ എന്തിനാ എന്നെ വിളിക്കുന്നത്? വാ പോകാന്ന് പറഞ്ഞോണ്ട്. വാ പോകാന്ന് പറഞ്ഞ എന്നെ എന്തിനാ വിളിക്കുന്നതെന്ന്? പോകാന്ന് എങ്ങോട്ട്? വീട്ടിൽ പോകാന്ന് പറഞ്ഞു. ഇതിന് പോരുന്ന ഞാൻ പറഞ്ഞില്ല ഇതെന്റെ വീട്. എന്നെ ഇങ്ങോട്ടാ കെട്ടിക്കൊണ്ട് വന്നു. ഞാൻ പിന്നെ എവിടെ പോകാനോ? എല്ലാവരും എന്നെ കയറ്റുവോ? കിടപ്പൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ എനിക്ക് കിടക്കാവല്ലോ. ഒന്നിനും സൗകര്യക്കുറവ്. എനിക്കിവിടെ ഒന്നിനും സൗകര്യക്കുറവില്ല ഇപ്പൊ. പിള്ളേരും ഇല്ല, കൊച്ചുങ്ങളും ഇല്ല. തിരുതരുന്ന അഴുക്കനും അലമ്പനും പിള്ളേരുണ്ടല്ലോ, ഒന്നും പറ്റിയില്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റേ? സുഖമല്ലേ? ഇവിടെ പിള്ളേരൊന്നും ഇല്ലല്ലോ ശല്യത്തിന്. പിന്നെ ഇവിടെ ഇരിക്കുന്നതിന് എന്നാ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ആ വീട്ടിലെ പണിയൊക്കെ നടക്കുകയും ചെയ്യും. മറ്റേ ഒരറ്റത്ത് തൊട്ട് കഴിയുമ്പോൾ മറ്റേ അറ്റം അത് കുഴപ്പമാക്കി. ഇപ്പോൾ ഒന്നും പറയുമ്പോൾ ആരുമില്ല. അവനവന് പറ്റാവുന്ന രീതിക്കൂടെ അങ്ങ് ചെയ്തുകൊണ്ട് പോകണ്ടാവും. കാരണന്മാർക്കാണേലും സ്വാതന്ത്ര്യമായിട്ട് മക്കളൊക്കെ പറഞ്ഞെടുപ്പിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അവർക്കും സമാധാനമുള്ളൂ. കാരണന്മാർക്ക് മക്കളോട് പറയണമെങ്കിൽ ഭയങ്കര പേടിയാണ്. അയച്ചാൽ വഴക്കുണ്ടാക്കുക നിങ്ങൾ. അതുങ്ങളുടെ കാരണന്മാരും വഴക്ക് പറയും. അത് വല്ലതും പറഞ്ഞു ജയിച്ചാൽ അതുകൊണ്ടാണ്. കാരണന്മാർ കൃത്യമായിട്ട് നല്ല രീതിയിൽ പറഞ്ഞെങ്കിൽ മക്കളെന്തിനാ വഴക്കുണ്ടാക്കണം? ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
മനുഷ്യനൊക്കെ ആലോചിച്ച് കുറയ്ക്കുന്നു വല്ലതൊക്കെ ചെയ്തെങ്കിലും അത് ശരിയാകും. ആ ഇത് അന്തോ ഇല്ല ബന്ധോ ഇല്ലാത്ത തരത്തിക്കൂടെ ഓടിച്ചങ്ങ് വിട്ടുന്ന ഒന്നും ശരിയായി. ആ ഒന്നും എല്ലാം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കിയെടുത്ത് വേണം ചെയ്യാൻ. എന്നിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉടനെ ചെയ്യേണ്ടതാണ്, അന്നേരം ചെയ്യണം. അല്ലാത്ത കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റി വെക്കണം. ആർക്കും ദോഷം വരരുത്. കാരണന്മാർ കൃത്യം പറഞ്ഞിട്ട് നല്ല കാര്യം പറഞ്ഞു കൊടുക്കാറുണ്ട്. അമ്മമാർക്കും വരരുത്, മക്കൾക്കും വരരുത്. അന്തവും ബന്ധവും വേണം. മറ്റുള്ളവരെ നോക്കി ഇരുന്നിട്ട് കാര്യമില്ല. അവനവൻ്റെ കാര്യം അവനവൻ നോക്കണം. ഇത് പോയാച്ചാൽ ഇവിടെ പോണോ? ഇവിടെ പോനോ? ആരാന്നോ? ആ ഇവിടെ പോനോ ഒന്ന്? അവളാരാ? ആരാന്നോ? ആ അവളും ഒരു പെണ്ണും. ഒരു പെണ്ണാണോ? ഒരു പെങ്കൊച്ച്. ആണോ? ഈ വീട്ടിലെ വീട്ടിലെ പെങ്കൊച്ചാണോ? എന്നാ കെട്ടിച്ചു വിട്ടേക്കാലോ? എന്നാ കെട്ടിച്ചു വിട്ടേക്കാലോന്ന്? എന്നാ കെട്ടിച്ചു വിട്ടേച്ചാലോന്ന്? കെട്ടിച്ചു വിട്ടോ? ആ വിട്ടേക്കാലോന്ന്? കെട്ടിച്ചില്ലല്ലോ. ഇല്ലേ? കെട്ടിച്ചിട്ടുണ്ടോ? ആ എനിക്കറിയത്തില്ല. അമ്മല്ലേ വീട്ടിലെ പെങ്കൊച്ചാന്ന് പറഞ്ഞേ. കെട്ടിച്ചോടി വച്ചാ ഞാൻ കെട്ടിച്ചോ? എവിടെയാ? ഇവിടെയാ? ചുമ്മാ കുറവായിരിക്കും. കെട്ടിയാളാ ഇതാണോ? എല്ലാം അറിയാം. എനിക്ക് എത്ര ധൈര്യമായിട്ട് പറയാനുണ്ട്. ശരിയാളും ധൈര്യമായിട്ട് പറയാനുണ്ട്. അമ്മരാരത്? നമ്മുടെ വല്ലവരും ആണോ? ആരാ? ഇപ്പം വെച്ച് ഇവരോ? ഇവര് നമ്മുടെ വല്ലവരും ആണോ? നമ്മുടെ വല്ലവരും ആണോ? അമ്മയുടെ എലിക്കുട്ടിയുടെ വല്ലവരും ആണോന്ന്? എൻ്റെ വല്ലവരൊന്നുമില്ല. ബന്ധത്തിൽപ്പെട്ടവരായിരിക്കും. എന്തെങ്കിലും രക്തബന്ധം ഉണ്ടായിരിക്കുക. അതെങ്ങനെയാണെന്നൊന്നും വിശദമായിട്ട് എനിക്കറിയത്തില്ല. ഈ വീട്ടിലോട്ട് പോകണം, പോവുക. അവിടെ ചെന്നിട്ട് ഇനി എന്തെല്ലാം പണി നടത്തിയാല. സന്ധ്യയ്ക്ക് മുമ്പ് കഞ്ഞിയും വീട്ടൊക്കെ വേണം. ആരാ കഞ്ഞി വെക്കുന്നേ? ആരാ കഞ്ഞി വെക്കുന്നേ? കഞ്ഞിയൊക്കെ വെക്കാണ് വിവീനായൊക്കെ അവിടെ ഉണ്ട്. വിവീന കഞ്ഞി വെച്ചോളൂ. അവള് ചെയ്തു. അമ്മേ, ഒരു കാര്യം ഞാൻ പറയാം. ആവശ്യമില്ലാത്ത കാര്യം പറയരുത്. എന്റെ മക്കളാന്ന് പറഞ്ഞാൽ ശരിയില്ല. ചെയ്യാത്ത കാര്യം ചെയ്യൂന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കല. അവള് കഞ്ഞിയൊന്നും വെക്കല. അവളൊരു കാര്യം ചെയ്യല. അവളൊരു കാര്യം ചെയ്യലെന്ന് അവൾ എന്നോട് പറഞ്ഞിരിക്കണേ. ചെയ്യേണ്ട സമയത്ത് ചെയ്തോളാന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളെ ചെയ്യട്ടെ. എനിക്കല്ല, അടിച്ച് ഏൽപ്പിച്ചോളും വല്ലവരും. അമ്മ കൊണ്ട കഞ്ഞി വെപ്പിച്ചോളൂ. അപ്പൊ കുഴഞ്ഞു കിടക്കാതെ ഇരുന്നാ മതി. ഇപ്പോഴത്തെ പെണ്ണുങ്ങള് കെട്ടിയനിട്ട് അടിക്കുന്നവരാ. ഒരറ്റത്ത് ഇപ്പോഴത്തെ ഇനി വരുന്ന പെണ്ണുങ്ങളൊക്കെ അങ്ങനെയല്ലേ? കെട്ടിയന്മാരെ അടിക്കുന്ന പെണ്ണുങ്ങളായിരിക്കും. കെട്ടിയന്മാരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്ന പെണ്ണുങ്ങളായിരിക്കും ഇനിയുള്ള പെണ്ണുങ്ങളൊക്കെ. അവര് ചെയ്തു. അവർക്ക് അതിന് വെറുപ്പൊന്നും. അതിനാന്ന് ചോദിച്ചാൽ ജോലിക്കാരങ്ങനെയല്ലേ? അങ്ങനെയാ. ആണുങ്ങൾ ജോലി ഇത് പോയിച്ചും പോകാനും ഒക്കെ പോകണം. ഞാൻ അവളെ പറ്റി എന്നാ പറഞ്ഞാലും ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ അവൾക്ക് ചിരിയേ വരുള്ളൂ. അവൾ അത് ചെയ്യല, അതൊന്നും അങ്ങനെ പറയരുതെന്നൊന്നും അവള് പറയല. അവൾ ആരാന്ന് അവൾക്കറിയാം. രാത്രി ജോലി. അതുകൊണ്ടേ അവളെ ഞാൻ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവൾ എന്നെ ഒന്നും പറയല. അവൾ അങ്ങനെയാന്ന് അവൾക്കറിയാം. വിവീനായേ അവൾക്ക് കുഴപ്പമൊന്നും. അവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്നേ. അരിശോ ദേഷ്യമൊക്കെ ഉണ്ട്. അതൊന്നും പറഞ്ഞാലും സമാധാനമുള്ളതാണ്. അങ്ങ് ഇഷ്ടപ്പെട്ടവരെ അങ്ങോട്ട് മൊത്തം അങ്ങോട്ട് കുറ്റവിമുക്തരാക്കുക. ഇഷ്ടമുള്ള ആൾക്കാരെയൊക്കെ അങ്ങ് മൊത്തത്തിൽ അങ്ങ് കുറ്റവിമുക്തരാക്കുവാന്ന്. എലിക്കുട്ടി ഒരു കുറ്റം ഇല്ലാത്തവരാക്കുവാന്ന്. ഞാൻ പുറത്ത് കൊണ്ടുപോകണില്ല. അമ്മ പുറത്ത് കൊണ്ടുപോകണ കാര്യമല്ല പറഞ്ഞേ.
പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ അമ്മ എത്ര കുറ്റം ഉണ്ടേലും ഒരു കുറ്റവും ഇല്ലാത്തവരാക്കുവാന്നാ പറഞ്ഞത്. ആ അങ്ങനെ വേണം. അങ്ങനെയൊന്നും പറ്റത്തില്ല. പിന്നെ ഇപ്പൊ അങ്ങനെ അവരുടെ കുറ്റം എന്താന്ന് പറഞ്ഞ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ പറഞ്ഞാൽ അവര് നന്നായി വരുള്ളൂ. ആരോട്? അവർ നന്നായി വരുന്നതിനനുസരിച്ച് അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ മെനക്ക് പോകും. അവരൊന്നും നന്നായില്ല. മറ്റുള്ളവരുടെ കുറ്റവും പറഞ്ഞുകൊണ്ട് ചെയ്താൽ അത് ശരിയായില്ല. അവരുടെ കുറ്റം അവരോട് പറഞ്ഞു കൊടുക്കണ്ടേ, ഇങ്ങനെയല്ല ഇങ്ങനെ ചെയ്യാൻ. അവരുടെ കുറ്റം അവരോട് പറയണ്ടേ ചെയ്യേണ്ട കാര്യം. പിന്നെ അല്ലേ എന്നെ ഒരു വീട്ടിൽ അവളെ കെട്ടിച്ചു വിട്ട് കഴിയുമ്പോ അവിടെ ഉള്ളവർ എന്നോട് പറയല്ലേ ഒന്നും പഠിപ്പിക്കാതെ മകളെ അങ്ങ് വിട്ടേക്കണേന്ന് പറയല്ലേ അമ്മേ? പറയല്ലേ? അങ്ങനെയൊക്കെ പറയും. ഞാൻ കുറ്റം കേക്കണ്ടേ? അതിന് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കണം. പറഞ്ഞു കൊടുത്തോണ്ടിരുന്നിരുന്നിരുന്ന് ഞാൻ മടുക്കുള്ളൂ. എന്നാ വീട്ടിലേക്ക് പോവാം. അമ്മ ജോമനെ കൂട്ടി പൊക്കോ, ഇതിനെ കൂട്ടി പൊക്കോ. സമയം ഇങ്ങോട്ട് പോകാനാവും. ജോമനോണ്ട് ഒരു പ്രശ്നമില്ല. ദേണ്ട നിൽക്കുന്നു മുമ്പില്, ദേണ്ട മുമ്പിൽ നിൽക്കുന്നു. അവനെന്നാ ചെയ്യാൻ? അതിനെ കൂട്ടിക്കൊണ്ട് പോരാ ജോമോന്ന്. കൂട്ടിക്കൊണ്ട് പോകുന്ന അവനറിയത്തില്ല പോലെ. അമ്മയ്ക്കല്ലേ പോകേണ്ടത് ഇപ്പം? അമ്മയ്ക്കല്ലേ ഇപ്പം വീട്ടിൽ പോകേണ്ടത്? എനിക്കാ പോകേണ്ടത്. അപ്പൊ അമ്മ അതിനോട് പറയണേ എനിക്ക് വീട്ടിൽ പോണെന്ന്, എന്നെ കൊണ്ടേ ആക്കാൻ. ഉണ്ടാക്കാം. എവിടെയാ? വീട്ടിലോട്ട്. ഏത് വീട്ടിലാ? ഏത് വീട്ടിലാ ഉണ്ടാക്കണ്ടേ? നമ്മുടെ വീട്ടിലോട്ട്. നമ്മുടെ വീടല്ലേ ഇത്? ഇതാന്നേ. നമ്മുടെ ഏത് വീട്ടിലോട്ടാ പോകണ്ടേ? നമ്മുടെ ഏത് വീട്ടിലാ പോകണ്ടേ? നമ്മളെ വീട് എത്രയുണ്ട്? ഏതൊക്കെയാ? വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണോ? ഏതൊക്കെയാ പറഞ്ഞേ? 2-3 വീടില്ലേ ഇപ്പൊ? ഏതൊക്കെയാ വീട്ടുപേര് പറ. നമ്മുടെ വീട് ഏതൊക്കെയാ? അറിയത്തില്ലേ? ഇല്ല. പിന്നെ എങ്ങനെയാ? അമ്മയല്ലേ പറഞ്ഞ 2-3 വീടുണ്ടോ? വീടറിയാതെ പേരെ എങ്ങനെ ഒരു കാര്യം നടത്താൻ പറ്റാം? എനിക്കൊരു വീട് അറിയത്തുള്ളൂ. അമ്മ 3 വീടുണ്ടെന്ന് പറഞ്ഞേ. എത്ര പേരാ? വിഷയം മാറ്റാതെ ഇങ്ങോട്ട് പറ. അവരെല്ലാം അവരുടെ എലിക്കുട്ടി ഉണ്ടോ? ഇങ്ങോട്ട് പറ. ജോമോൻ ചോദിക്കുന്നതിന് ഉത്തരം പറ. എന്നാ അമ്മയിലെ പറഞ്ഞ 3 വീടുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാന്ന് ചോദിച്ചേ? 2-3 വീടുണ്ടെന്നല്ല പറഞ്ഞേ. 2-3? ഇത് നമ്മുടെ വീട്. നമുക്ക് പ്രധാനമായിട്ടുള്ള വീടല്ലേ അത്. അതെടുത്താൽ മതി. അതിന്റെ വീട്ടുപേരെന്നാ അമ്മേ? അമ്മയുടെ വീട്ടുപേരെന്നാ? അരയത്ത് കുത്തമ്പരന്ന്. അതിനിപ്പോ ആ വീട്ടുപേരും ആൾക്കാരെയൊക്കെ അവിടെയുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം. അമ്മയുടെ കെട്ടി വീട് ഏതാ? അമ്മേനെ കെട്ടിക്കൊണ്ട് വന്ന വീട് ഏതാ? കെട്ടിക്കൊണ്ട് വന്ന വീടെങ്കിലും ഇപ്പൊ താമസിക്കണം. ആണോ? അപ്പൊ അമ്മയുടെ സ്വന്തം വീട്ടിൽ പോണെന്നാണ് അമ്മ പറയുന്നത്. ആ സ്വന്തം വീട്ടിലൊന്ന് കൊണ്ടുപോകാൻ ഈ മനുഷ്യരെല്ലാവരും പറയുന്നുണ്ട്. എന്നാ പോണേ? സ്വന്തം വീട്ടിൽ വല്ലവരും ഉണ്ടോ? സ്വന്തം വീട്ടിൽ ആരുമില്ല. വീട് ചുമ്മാ കിടക്കുക. വീടാണെങ്കിൽ പോയി, അവിടെ ആൾതാമസം ഇല്ല. ആരാ പറഞ്ഞേ? ഞങ്ങൾക്കറിയാം. നിങ്ങൾ പോയി കണ്ടോ? എത്രയോ വർഷങ്ങളായി. അവിടെയുള്ളവരൊക്കെ എന്ത്? അവരൊക്കെ അവരവരുടെ വഴിക്ക് പോയി. ഒരു വീട് മാത്രമേ അവിടെ ഇടിഞ്ഞു വീടാറായിരിപ്പുണ്ട്. പിന്നെ ആരാ ഉള്ളത്? വേറെ ആരാന്ന് വെച്ചാൽ അവര് മക്കളൊക്കെ ആരാണ്ടൊക്കെ അവിടെ ചുറ്റുവട്ടത്തൊക്കെ താമസിക്കുന്നുണ്ട്. അമ്മ പറയുന്ന വീട്ടിൽ ആരുമില്ല. മക്കള് താമസിച്ചാൽ മതിയല്ലോ. അന്ന് അമ്മനെ ഒരു ദിവസം അവിടെ കൊണ്ടുവിടാം. അവിടെ ഉള്ളവർക്കൊന്നും മേലേം താനും. ഇപ്പൊ അമ്മ എന്ന് കഴിഞ്ഞാൽ അമ്മനെ ഒന്ന് നോക്കണ്ടേ? മക്കളും അപ്പനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അമ്മയ്ക്കും ഒക്കെ പാടുന്നില്ലെങ്കിൽ വല്ലതൊക്കെ കൊടുത്തും പെറുക്കി കൊണ്ട് നടക്കാം. എങ്ങനെയാ അമ്മനെ കൊണ്ടുപോകുന്നുണ്ടോ? ആരെയും തൂത്തമ്പരയില് എല്ലാരും ചോദിക്കുന്നുണ്ട് കൊണ്ടുപോകുന്നുണ്ടോന്ന്. അമ്മനെ ഒരു ദിവസം കൊണ്ടുപോകും. ഒരു ദിവസം എന്ന് പറഞ്ഞ എങ്ങനെയാ? ഈ ഒരാഴ്ചക്കുള്ളിൽ പോവോ? സമയവും കാലമൊക്കെ ഒത്തു തന്നെ എല്ലാത്തിനും. ജോമോന്റെ എല്ലാ കാര്യവും അങ്ങനെയാ. ഉടനെ ഒന്നും ചെയ്യല കേട്ടാ. മൊത്തത്തിൽ അങ്ങനെയാണ്. അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യണം. അല്ലാത്തതൊക്കെ പോകാം വീട്ടിലോട്ട്. ഏത് വീട്ടിലോട്ടാന്നേ? നമ്മുടെ വീട്ടിലോട്ട്. നമ്മുടെ വീട് ഇതല്ലേ? ഇത് നമ്മുടെ വീട്. ഇതാമേ നമ്മുടെ വീട്. ഇതായിട്ട് ഇതാപ്പോ. ഇതാന്ന് ഉച്ച കഴിയുമ്പോഴാണല്ലോ വീടല്ലെന്ന് തോന്നല് വരുന്നത്. എന്താ അതിന്റെ കാര്യം? നമ്മുടെ വീട് ഏതാ? ഞാറുള്ള തിരക്കട്ടല്ലേ? അതങ്ങനെ ഈ വീട നമ്മളെന്ന് പറഞ്ഞ ഒക്കോ? ഒക്കും. നമ്മളെല്ലാരും കൂടി ഇല്ലേ? എല്ലാരും ഉള്ളതെന്ന് പറഞ്ഞ സാവിച്ചേട്ടയുടെ വീട്ടിൽ കൊണ്ടുപോയാ സാവിച്ചേട്ടയുടെ വീട്ടിൽ പോയാ മതിയോ? സാവിച്ചേട്ടയുടെ വീട്ടില് സാബുമോന്റെ വീട്ടിൽ പോയാ മതിയോ? സാബുമോന്റെ വീട്ടില്. സാബുവിന്റെ? അവന്റെ വീട് എവിടെയാ? ഇവിടെ അടുത്താ.
അവിടെ പോയാൽ മതിയോ? ഒരു താമസക്കാരുണ്ടോ? അവിടെ താമസക്കാരുണ്ട്. ഇന്ന് അവധി ദിവസം വല്ലാണോ? ഞങ്ങളാരും ഇല്ലല്ലോ. ഏ ഞങ്ങളാരും ഇല്ലല്ലോ. അമ്മയ്ക്ക് പോകാം. പോകണമെന്നുണ്ട്. അതിനാ എന്റെ വീട്ടിലാരും ഇല്ലാത്ത വീട്ടോട്ട് പോകണം. ഏ പറ്റിയല്ലേ? എന്നാ കൊണ്ടാ ഇവിടെ എവിടെയാ? വീട്ടിൽ. വീട്ടിൽ കൊണ്ടുവിടണോ? ഏഹ് ഏത് വീട്ടിലാന്നേ? ഞങ്ങളുടെ വീട് അറിയത്തില്ല. ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ ഏത് വീടാ? കുതിരക്കട്ടയിൽ. ആ ഉദരക്കട്ടാലെ വീട് ഇതല്ലേ? ഞാറുകുളത്തേല്. ആ ഞാറുകുളം ഉദരക്കട്ടാലെ വീട് ഇതാ. ഇതല്ല. ആ ഇത് പിന്നെ ഏത് വീടാ? ഞങ്ങളുടെ അവിടെ താമസിക്കുന്ന വീടാ. ആ നമ്മളവിടെ താമസിക്കുന്ന വീട് ഇത് തന്നെയാ. ഇതൊക്കെ ഓരോരുത്തർ വന്നും പോയി കിടക്കണം. വന്നും പോയി ആര് കിടക്കണത്? വന്നും പോയി വല്ല ഇവിടെ കിടത്താൻ പറ്റുമോ? നമ്മുടെ വീട്ടിൽ വല്ലവരും കയറ്റി കിടത്താൻ പറ്റുമോ? അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായവർ ദയവായി ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.